നമ്മുടെ മലയാളികളുടെ ഹാളിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആദ്യം ഇരിക്കുന്നത് ടി വി ആണ് അല്ലേ? ആ ടി വിയിൽ നമ്മുടെ വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോഗ്രാം ഏതാണെന്ന് ചോദിച്ചാൽ സീരിയലുകളായിരിക്കും. കുറെ വർഷങ്ങളായിട്ട് ഒരിക്കലും ഒരു 1/4 നൂറ്റാണ്ടായി സീരിയലുകൾ ഇപ്പോൾ അവരുടെ ഹൃദയത്തിൽ അവരെ കീഴടക്കിയിരിക്കുന്നു. പുരുഷന്മാർ എത്രയൊക്കെ ഇനി പരാതിപ്പെട്ടാലും ഞങ്ങൾ സീരിയൽ കണ്ടിട്ടേ ഇറങ്ങത്തുള്ളൂ, നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തന്നിട്ടില്ല എന്റർടൈൻമെന്റ്. അതില് ആ സീരിയലുകൾ ഇല്ലാത്ത ഒരു എന്താ ഒരു ശൃംഖലയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ടി വിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ അമ്മമാർക്ക് അല്ലെങ്കിൽ പുതുതലമുറ കാണുന്നോന്ന് അറിയില്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അന്ന് അമ്മമാരെ കുറ്റപ്പെടുത്തി അച്ഛന്മാരും മക്കളും ഒക്കെ പിന്നീട് ഒരു പ്രോഗ്രാം കുത്തിയിരുന്ന് കാണുമായിരുന്നു, സകുടുംബം ഇരുന്ന് കാണുമായിരുന്നു. അതിന്റെ സീരിയൽ നമുക്ക് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഉപ്പും മുളകും അതാണ് അതിന്റെ പേര്. നമുക്ക് അത്രയ്ക്ക് ഒറിജിനാലിറ്റി ഉള്ള നമ്മുടെ എല്ലാം വീടുകളാണ് എന്ന് തോന്നിപ്പിക്കുന്ന പോലെയുള്ള അംഗങ്ങളും, അതായത് നമ്മുടെ വീട്ടിലൊരു ക്യാമറ കൊണ്ട് വെച്ചാൽ ലൈവ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ, അതുപോലെ തന്മയത്വത്തോടു കൂടി അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച ഒരു എല്ലാവരുടെ മലയാളികൾ നമുക്ക് പല സീനുകളും സ്ക്രിപ്റ്റഡ് ആണോ എന്ന് പോലും തോന്നുന്നു. അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടായിരുന്നു അവരുടെ ഓരോ സീൻസും കഥയുടെ രീതിയൊക്കെ. അതെ, സ്ക്രിപ്റ്റഡ് അല്ലാതെ ഇനി ഇവർ സ്വന്തം കൈന്നിട്ട് അടിക്കുന്നതാണോ എന്ന് വരെ തോന്നി. കാരണം അതിനകത്ത് ഏറ്റവും റെക്കോർഡ് വരെ ഉണ്ട്. അതിൽ അഭിനയിച്ച കുഞ്ഞും മോളുണ്ടല്ലോ, അവൾ ഉൾപ്പെടെ ആ കുട്ടികൾ വളർന്നതും അവരുടെ ബാല്യവും കൗമാരവും യൗവനവും കല്യാണവും എല്ലാം ആ സീരിയലായിരുന്നു എന്നുള്ളതാണ് സത്യം. എനിക്ക് റെക്കോർഡുകൾ ഇട്ട ഒരു സീരിയൽ എന്ന് തന്നെ വിളിക്കാം, ഒരു ഷോ എന്ന് തന്നെ വിളിക്കും. ഇപ്പം ഒരു സീരിയലായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമെന്ന് അറിയില്ല. അത്രയ്ക്ക് ജനപ്രീതി നേടിയ ഒരു സീരിയൽ, അതും അതിൻ്റെ സീരീസ് ഇറങ്ങി. ഫസ്റ്റ് കഴിഞ്ഞു, അതേ ടീമുകൾ തന്നെ വളർന്നു വലുതായി അവരുടെ അടുത്ത ജനറേഷനിലേക്ക് കടക്കുന്നു, അടുത്ത സെക്ഷനിലേക്ക് കടക്കുന്നു. ഉപ്പുമുളകും 2 ഉപ്പുമുളകും 3. പക്ഷെ ഉപ്പുമുളകും ഫസ്റ്റ് സീസണിൽ കുറച്ച് ആരോപണങ്ങൾ അതിൻ്റെ നായികയുമായിട്ട് ബന്ധപ്പെട്ടും പ്രൊഡ്യൂസറുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ലൈംഗിക ആരോപണങ്ങൾ. അവർ കുറേ കരയുകയും കാര്യങ്ങളൊക്കെ ചെയ്തു, ടി വിയിലൊക്കെ വന്ന് അഭിമുഖമൊക്കെ കൊടുത്തു. അങ്ങനെ ആ പ്രൊഡ്യൂസറെയോ സംവിധായകനെതിരെ മാറ്റി പിന്നീട് പുതിയ സംവിധായകർ വന്നു. വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് പോയി. ഉപ്പുമുളക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഉപ്പും മുളകും എരിവും പുളിയും ഒക്കെ പോലെ വഴക്കും പിണക്കവും ബഹളങ്ങളും ഒക്കെ ആയിട്ടൊരു സകുടുംബം അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ പിന്നീട് ഈ വർഷം ഉപ്പുമുളകും 3 ഇറങ്ങിയതിന് ശേഷം പിന്നീടും അലിഗേഷൻസ് വരുന്നു, ലൈംഗിക അലിഗേഷൻ. അതിനകത്ത് ബാലുവായിട്ട് അഭിനയിച്ച ബാലു എന്ന് പറഞ്ഞ മെയിൻ ക്യാരക്ടർ ബിജു സോപാനമാണ്. ബിജു സോപാനത്തിനെതിരെയാണ് ഒരു അലിഗേഷൻ വരുന്നത്. അതുകൂടാതെ അതിൽ അഭിനയിച്ച ശ്രീകുമാർ പ്രമുഖ നടനും സിനിമാ നടനും ആർട്ടിസ്റ്റും ഒക്കെ കൂടെയാണ്. അദ്ദേഹത്തിനെതിരെ വില്ലനൊക്കെ ആയിട്ട് അഭിനയിച്ച അദ്ദേഹത്തിനെതിരെയും അലിഗേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ അലിഗേഷൻസ്, ആദ്യത്തെ അലിഗേഷൻ ഓക്കെ, അത് എല്ലാവരും മറന്നു തുടങ്ങിയപ്പോഴാണ് ഒരു 3 വർഷങ്ങൾക്ക് ഇപ്പുറം മൂന്നാമത്തെ സീരീസ് വന്ന് അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. ഈ 2 സീസണും വലിയ ഹിറ്റ് അടിച്ചു. തീർച്ചയായിട്ടും മൂന്നാമത്തെ സീരീസ് സാധാരണയൊക്കെ ഏതെങ്കിലും സീരിയലുകളിലെ ഏതെങ്കിലും ഒരാളെങ്കിലും ഒന്ന് ബാക്കിലേക്ക് നിൽക്കും. അല്ലെങ്കിൽ ഇത് നമ്മൾ അഭിനയിച്ചേക്കുന്ന കുട്ടികളാവട്ടെ വലിയ ആൾക്കാരാവട്ടെ ഇടയ്ക്ക് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഒന്നടങ്കം പ്രേക്ഷകർ ഇത്രയും എല്ലാ ക്യാരക്ടേഴ്സിനെയും സ്വീകരിച്ച ഒരു സീരിയല് ഒരുപക്ഷെ മലയാളത്തിൽ വേറെ ഉണ്ടാവില്ല. അവർ അതിനോടങ്ങ് ചേർന്ന് പോവുകയാണ്. അതായത് ഒരു കുടുംബം, നമ്മുടെ ഫാമിലി ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയോട് ചേർന്ന് പോകുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ശ്രീകുമാറിനെതിരെയും ബിജു സോപാനത്തിനെതിരെയൊക്കെ ഭയങ്കരമായ ആരോപണങ്ങൾ വരികയും അത് തള്ളിക്കൊണ്ട് അവര് പരസ്യമായ രംഗത്ത് വന്നു. ഈ ശ്രീകുമാറിന്റെ വൈഫ് സ്നേഹ, അവരും ആർട്ടിസ്റ്റാണ്, അവർ മറിമായത്തിലൊക്കെ മണ്ടോദരിയൊക്കെ ആയിട്ട് അഭിനയിച്ചവര്. അതോടൊപ്പം ഈ ബിജു സോപാനത്തിന്റെ ഡയറക്ട് ഇന്റർവ്യൂസ് ബിജു സോപാനം കൊടുത്തു. കേസ് കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരിക്കലും എനിക്കത് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതൊരു ഫോക്കസ് കളിയാണ്, ഇത് ഈഗോ പ്രശ്നമാണെന്ന് തുടക്കം തൊട്ടേ ഇവര് രണ്ടുപേരും പറയുന്നുണ്ട്. ശ്രീകുമാറും ഈ ബിജു സോപാനവും പറയുന്നുണ്ട് ഇതൊരു ഈഗോയുടെ പ്രശ്നമാണ്, അത് തൻ്റെ അധികാരം നഷ്ടപ്പെട്ടു പോകുന്നു, അങ്ങനെ എന്തൊക്കെയോ. ഈ ഒരു നടിയാണ് കൊടുത്തിരിക്കുന്നത്, അവരുടെ ഈഗോയാണ്, പരസ്പരം മനസ്സിലാക്കാതെയുള്ള ഈഗോകളാണ്. ഇവിടെ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതിന് അവർ കൊടുക്കേണ്ടി വന്ന വില അവരുടെ കുടുംബവും അവരുടെ മാനവും ഒക്കെയാണെന്ന് കരിയറും ഒക്കെയാണെന്ന് ബിജു സോപാനം വളരെ സങ്കടത്തോടെ പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. അതോടുകൂടി ജയ് ഈ ഉപ്പുമുളകിൻ്റെ ആ ഒരു TRP റേറ്റും കിട്ടിഞ്ഞു. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഉപ്പുമുളക് കാണുമ്പോൾ നമുക്ക് വിഷമം വരും. കാരണം അതിനകത്ത് വളർന്നു വന്ന കുട്ടികളുണ്ടല്ലോ, ശിവ, അതോടൊപ്പം തന്നെ കേശു, അങ്ങനെയൊക്കെ പറഞ്ഞ കഥാപാത്രങ്ങൾ അഭിനയിച്ച കുട്ടികൾ വലുതായി. അവരെന്തൊക്കെയോ ചെയ്യുന്നു, നടക്കുന്നു, കാണിക്കുന്നു എന്നല്ലാതെ പഴയ ഉപ്പുമുളകിന്റെ ഒരു എന്താ പറയുന്നത് ഒരു കുടുംബമായിരുന്നു അതിന്റെ ഒരു തീം. ഒരു കുടുംബമായിരുന്നു, ഒരു അച്ഛനും അമ്മയും കുറച്ച് കുട്ടികൾ, അവരുടെ സുഹൃത്തുക്കള്, അല്ലെങ്കിൽ ഈ പിതാവിന്റെ സുഹൃത്തുക്കള്, അവരുടെ വീട്ടുകാര്. ഈ പ്രധാനപ്പെട്ട നായകനും തന്നെ ആ സീരിയലിന്റെ ഭാഗമല്ലാതായി തീർന്നതോടുകൂടി ഇതിന്റെ ഒരു ശാരിക പറഞ്ഞ പോലെ ഇത് ആൾക്കാർക്ക് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് പോലും അപ്പാടെ പോയെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പുതിയ തലമുറ വല്ലതും ആയിരിക്കും, ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കും ഇപ്പൊ കൂടുതൽ ഇത് കാണുക എന്ന് തോന്നുന്നു. കാര്യം ഇതിന്റെ ഒരു ഫാമിലി വൈബ് നഷ്ടപ്പെടാൻ കാര്യം ഇവരെല്ലാവരും ആ സീരിയൽ സ്പോട്ടിൽ നിന്ന് മാറി ആ സീരിയൽ അഭിനയിക്കാതെ. കാരണം ഇങ്ങനെ ആരോപണം വന്നതിന് ശേഷം പിന്നീട് അവർ മാറി, അവരെ രണ്ടുപേരും മാറി, ഈ നായികയും മാറി.
പകരം നായകനോ നായികയോ പിന്നെ അവർ ഇൻസേർട്ട് ചെയ്തില്ല. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞു പോയ 2 കഥാപാത്രങ്ങൾ എങ്ങനെയാണ് പിന്നീട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇടയ്ക്കുള്ള കഥാപാത്രങ്ങളെ പിന്നെയും കയറ്റാം, അല്ലാതെ ആ മെയിൻ നായകനെ നായിക നമുക്ക് റിപ്ലേസ് ചെയ്യാൻ പറ്റാത്ത അവരുടെ ഒരു സ്വതസിദ്ധമായ ഒരു ശൈലിയും ഒരു അഭിനയ രീതിയൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല. ബാലുവിന് പകരം നമുക്ക് മലയാളികൾക്ക് ആരെയും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വേസ്റ്റഡ് ആയിപ്പോയി ആ ഒരു ക്യാരക്ടർ. അതെ. അപ്പൊ ഇപ്പൊ പുതിയൊരു വഴിത്തിരി വന്നിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഈ ശ്രീകുമാറിന്റെയും സ്നേഹയുടെ ഒരു ഇന്റർവ്യൂ മറ്റൊരു ചാനൽ വന്നിരുന്നത് വിവാദമായിട്ടാണ്, അത് വൈറലായി മാറിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, അവര് ആദ്യം ശ്രീകുമാറിനെതിരെ ലൈംഗിക ആരോപണം, അതായത് ഒരു ക്യാമറ ഒരു ഡ്രസ്സ് മാറിക്കൊണ്ട് നിന്നപ്പോഴെന്തോ അവരുടെ ഇതെടുത്തു എന്ന് പറഞ്ഞൊരു പരാതിയൊക്കെ, സ്വകാര്യ ദൃശ്യങ്ങൾ എടുത്തുന്ന പരാതിയൊക്കെ വന്നിരുന്നു. അപ്പോൾ തന്നെ സ്നേഹ എന്ന് പറയുന്ന ശ്രീകുമാറിന്റെ വൈഫ് വന്നിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും ഇത് നടന്നിട്ടില്ല, ഇത് വെറുതെ ഒരു കുക്ഡ് അപ്പ് സ്റ്റോറിയാണ്, ഇങ്ങനെ ഇതല്ല, ഞങ്ങളിത് നിയമപരമായിട്ട് നേരിടുന്നു പറയുന്ന. ഇപ്പോൾ 2-3 മാസങ്ങൾക്കിപ്പുറം, വലിയ നാളൊന്നും ആയിട്ടില്ല ഈ പരാതി പോയിട്ട്, 3-4 മാസം 4 മാസമായി കാണുമായിരിക്കും. അതിനുശേഷം അവർ പുതിയൊരു ഇന്റർവ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ പറയപ്പെടുന്ന നടി ഇപ്പോൾ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു. ഈ പരാതി കൊടുത്ത നടി ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നുണ്ട് പലരിലൂടെയും. ഡയറക്റ്റ് വന്നിട്ടില്ല, അങ്ങനെയാണ് ഓൺലൈൻ ഇന്റർവ്യൂ സ്നേഹ പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ സ്നേഹ ചോദിക്കുന്ന പോലെ, അപ്പോൾ പിന്നെ ആരാണ് അപ്പം തെറ്റ് ചെയ്തത്? തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളല്ലേ പരാതി, തെറ്റിന് ഇരയായിട്ടുള്ള ഒരാളല്ലേ പരാതി കൊടുക്കുക. അപ്പൊ പിന്നെ അവരെന്തിനാണ് ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നത്? അപ്പൊ ഇനി എത്ര ഒത്തുതീർപ്പിന് വന്നാലും ഇതിന്റെ അറ്റം കാണാതെ ഒരു പിന്മാറത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് നിയമത്തിൽ വിശ്വാസമുണ്ട്. നിരപരാധികളായ ഒരാളെ ഇനി ഇങ്ങനെ ക്രൂശിക്കാൻ പാടില്ല. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ അത് സ്നേഹ പരാമർശിക്കുന്നുണ്ട്. ഈ ശ്രീകുമാറിന്റെ വൈഫ് ഹേമ കമ്മിറ്റിയിൽ ആദ്യ കാലത്ത് പരാതിപ്പെട്ട പലരും, ഇവൻ ബാലേന്ദ്ര മേനോൻ ഉൾപ്പെടെ, അദ്ദേഹത്തെയൊക്കെ കുറ്റവിമുക്തരാക്കിയല്ലോ. കാരണം പരാതി കൊടുത്ത സ്ത്രീക്കെതിരെയും വ്യാജ പരാതിയാണ് കർണാടക പോലീസും അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ വ്യാജ പരാതി, തെളിവുകൾ ഇല്ലാത്ത പരാതികളാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് പല നടന്മാർക്കെതിരെ വന്ന ആരോപണങ്ങളും തള്ളിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെനിക്കൊന്ന് പല ആൾക്കാർ ഇതിന്റെ ഒരു ലൈനിലായിട്ട് നിൽക്കാനുള്ളൊരു ഈ ഒരു എന്താണ് സ്റ്റോറി ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ കുപ്രസിദ്ധിയാവണമെങ്കിൽ തന്നെയും കുറച്ചധികം നാള് ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊരു വാർത്താ പ്രാധാന്യം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, കള്ളക്കേസുകൾ കൊടുക്കുന്ന രീതിയിലേക്ക് ഇത് പല സ്ത്രീകളും ദുരുപയോഗം ചെയ്യുന്നു. കുപ്രസിദ്ധി ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആണ്. തീർച്ചയായിട്ടും ഏത് രീതിയിൽ ആൾക്കാർക്ക് അറിയപ്പെട്ടാൽ മതി. അതെ. പക്ഷെ ഇത്ര ചീഞ്ഞ ഒരു രീതിയിൽ അറിയപ്പെടാൻ താല്പര്യം ഉണ്ടോ? ശാരിക ഈ പറഞ്ഞ കണക്ക് നമ്മൾ അതിൽ കേൾക്കുന്ന അവരുടെ വേർഷൻ ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഒരു ഭാര്യ മറ്റൊരാളെ സ്വന്തം ഭർത്താവ് പീഡിപ്പിച്ചു എന്നുള്ള സത്യമാണെങ്കിൽ ഒരു കാരണവശാലും എത്ര സ്നേഹമുള്ള ഭാര്യമാരാണെങ്കിലും കൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് മെജോറിറ്റി അറിയുന്ന കേസുകളും അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന മെജോറിറ്റി കേസുകൾ അങ്ങനെ തന്നെയാണ്. കാര്യം ഒരു സ്ത്രീ എന്ത് സഹിച്ചാലും ഒരു പരസ്ത്രീ ബന്ധം സഹിക്കില്ല. അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ ഈ എതിർഭാഗത്ത് നിൽക്കുന്ന എതിർകക്ഷി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പരാതിക്കാരി ഒത്തുതീർപ്പിന് ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിയമത്തിന്റെ മുന്നിൽ തൻ്റെ വേർഷൻ ശരിയാവില്ല, അല്ലെങ്കിൽ അന്തിമഘട്ടത്തിൽ എത്തുമ്പോഴത്തേക്കും ആരാണ് യഥാർത്ഥ പ്രതി എന്ന് മനസ്സിലാകുന്ന ഒരു ബോധ്യം അവർക്ക് എവിടെയെങ്കിലും കാണുമായിരിക്കണം അല്ലേ? തീർച്ചയായിട്ടും പറഞ്ഞ കണക്ക് തന്നെ സത്യമേത് മിഥ്യേത് എന്ന് തെളിയിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴത്തേക്കും താൻ പ്രതിസ്ഥാനം നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകും എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടായേക്കാണ്. ഇല്ലെങ്കിൽ പരാതി കൊടുത്തൊരു സ്ത്രീ ഒത്തുതീർപ്പിന് വിളിക്കേണ്ട ആവശ്യമില്ല. അത് പലരിലൂടെയും അത് പലവട്ടമായി എന്നാണ് സ്നേഹ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അവർക്ക് ഒന്നുകൂടെ പവറായി, ഈ പ്രതിയായി നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നുകൂടെ പവറായി. കാരണം അവരുടെ സത്യം ഇനി ഉടനെ തെളിയിക്കപ്പെടുമെന്ന് അവർ വിശ്വസിക്കുന്നു. കാരണം അപ്പുറത്ത് പരാതി കൊടുത്തവർ പിന്നെ ഒത്തുതീർപ്പിന് വരുമ്പോൾ അതിനർത്ഥം അവർ കൊടുത്തത് കള്ളക്കേസാണ്. അപ്പം സ്നേഹയും പറയുന്നത് ഒരു ഈഗോയുടെ പ്രശ്നത്തിൽ ഇത്രയും വലിയൊരു ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്ത ഒരാളുടെ ജീവിതം തകർക്കുന്ന, കരിയർ തകർക്കുന്ന ഒരു പരാതിയായി പോയി. ഇതൊരു ലൈംഗിക അധിക്ഷേപമെന്നോ അല്ലെങ്കിൽ ലൈംഗിക ആക്രമണം എന്നൊക്കെ പറഞ്ഞാൽ, അതും സിനിമാ ഫീൽഡിൽ, സീരിയൽ ഫീൽഡിൽ എന്നൊക്കെ പറഞ്ഞത് വളരെ മോശമായിട്ട് അവരുടെ കരിയറിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ അത് പുള്ളിക്കാരൻ ഇപ്പോൾ നല്ല പ്രൊജക്റ്റൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അവരത് ചിലപ്പോൾ പുറത്ത് പറയാത്തായിരിക്കാം. തീർച്ചയായിട്ടും അതിൻ്റെ കാര്യം. കാരണം സ്ഥിരമായിട്ട് ദിവസവും നമുക്ക് വർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സീനിൽ നിന്ന് പെട്ടെന്ന് മാറ്റപ്പെടുക, അതും ഒരു നാണം കെട്ട അലിഗേഷന്റെ ഭാഗമായിട്ട് മാറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. കാരണം ഈ ഒരു ശ്രീകുമാറൊക്കെ തന്നെയാണെങ്കിൽ മറ്റ് സീരിയലുകൾ അഭിനയിക്കുന്നുണ്ടെങ്കിൽ തോന്നും ഒരു പരിധിക്കപ്പുറം ഉപ്പുമുളകിലെ ക്യാരക്ടറിനെ പോലെ അത്ര ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ പിന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഉപ്പുമുളക് ഈ ആരോപണത്തിന് ശേഷം അദ്ദേഹം അങ്ങനെ സീരിയൽ അഭിനയിച്ചായിട്ട് തോന്നിയില്ല. അതൊരു പക്ഷേ ഇതിന്റെ തന്നെ ആൾക്കാർ അത്ര കണ്ട് സ്വീകരിക്കുന്ന കഥാപാത്രങ്ങളോ അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മറ്റൊരു സീരിയലിലേക്കോ അദ്ദേഹം പോയതായിട്ടും എനിക്കറിയില്ല. അതെ, ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു പരാതിയിലേക്ക്. അപ്പൊ ഇത് ഒരു നടനെയോ നടിയോ വല്ലാതെ ബാധിക്കുന്ന ഒരു, കാരണം ഫെയിം അത് വല്ലാത്ത, അത് 2 രീതിയിലുണ്ട്. അത് നല്ല ഫെയിമും ഉണ്ട്, ചീത്ത ഫെയിമും ഉണ്ട്. അത് സൽകീർത്തി ദുഷ്കീർത്തി നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ ഈ ദുഷ്കീർത്തി കേട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിൽ പിടിച്ച് കയറി വരാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ഇത് കൊടുത്ത ആൾ ഇതൊക്കെ മനസ്സിലാക്കാതെ ഒരു എടുത്തിയാട്ടത്തിന്റെ പുറത്ത്, ഒരു വൈരാഗ്യത്തിന്റെ പുറത്ത് ഇത് കൊടുക്കുമ്പോൾ അത് എത്ര മാത്രം ആൾക്കാർ, എത്ര ഫാമിലികളെ, എത്ര കരിയറുകളെ, എത്ര ഫ്യൂച്ചറാണ് ഇല്ലാതായി പോകുന്നത്
പോകുന്നു ഒരു നിമിഷം ചിന്തിക്കേണ്ടതാണ്. കള്ളപ്പരാതികൾ ഇന്ന് പലതും പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഡിജിറ്റൽ വേൾഡിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേയധികം കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടാണ്. ചുമ്മാ അങ്ങ് ആർക്കെതിരെയും കൊണ്ട് പരാതി കൊടുത്ത് ഒരു FIR ഇടിക്കാൻ പറ്റും, പക്ഷേ അയാളെ ശിക്ഷിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ആ പരാതി ഈ പറയപ്പെടുന്ന അതിന് ഇരയാകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയൊരു ദ്രോഹമാണ്. സോ കർമ്മ വിൽ ബി ബാക്ക് എന്ന് പറയുന്ന പോലെ തീർച്ചയായിട്ടും സത്യം ജയിക്കട്ടെ. നല്ലൊരു സീരിയലായിരുന്നു ഉപ്പും മുളകും. അത് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. തീർച്ചയായിട്ടും.